മക്കളെ, ഇന്ന് നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിൻ്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നുവോ അത്രയും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൂചന ജൂലിയ ആർ ലൂണ എന്ന കഹാനിയിൽ നിന്നുമാണ്. ഈ ജൂലിയ ആർ ലൂണ എന്ന കഹാനിയുടെ തന്നിരിക്കുന്ന ഭാഗം നന്നായിട്ട് വായിച്ചതിന് ശേഷം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചന എന്ന ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ സൂചന ജൂലിയ ആർ ലൂണ എന്ന പാഠത്തിൽ നിന്നാണ് ഈ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. മറന്നു പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, 5 നമ്പർ വരെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടോ, 5 എന്ന നമ്പർ വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നിന്നാണ് നമ്മൾ എഴുതേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മാർക്കിനാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. 3, 4, 7, 8, 9, 10 മാർക്കിന് നിങ്ങൾക്ക് ജൂലിയ ആർ ലൂണ എന്ന ചാപ്റ്ററിൽ നിന്നും ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ജൂലിയ ആർ ലൂണ എന്ന പാഠഭാഗത്ത് നിന്ന് ഏകദേശം 10ഉം 10ൽ കൂടുതൽ 12, 13 മാർക്ക് വരെയൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് ജൂലിയ ആർ ലൂണ എന്ന ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, നിങ്ങൾക്കൊരു ചാപ്റ്റർ നമ്മുടെ ഒരു കവിത ഉണ്ടായിരുന്നു, ബാബ ഓർ ബാബ കി ചടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കവിത നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തവണത്തെ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഹാച്ചി കി കഹാനി വരെ മാത്രമാണ് ഈ പ്രാവശ്യത്തെ എക്സാമിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. കുറച്ച് ലീവൊക്കെ വന്നത് കാരണം നിങ്ങൾക്ക് ഹാച്ചി കി കഹാനി വരെ മാത്രമാണ് എക്സാമിനുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 13 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ ആ പാഠങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ഈ ജൂലിയ ആർ ലൂണ എന്ന പാഠത്തു നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ മോഡലിലും നോക്കുന്നുണ്ട്. 4 സെറ്റ് നോക്കുന്നുണ്ട്. 4 സെറ്റിലും ജൂലിയ ആർ ലൂണ എന്ന പാഠങ്ങളിൽ നിന്നും എല്ലാ പാഠങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. एक रोज कुछ अट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ബലിഷ്ഠരായ ആളുകൾ വലിയൊരു മരം മുറിക്കാൻ വേണ്ടി വന്നു. ഏക്ക് ലടുക്കീനെ ഉന്നേം ദേക്കിലെ, ഒരു പെൺകുട്ടി അത് കണ്ടു. വഹ് ജഡ് പേട് പർ ചട് ഗയി, അവൾ പെട്ടെന്ന് മരത്തിൽ കയറി. ആദ്മിയോനെ പഹലെ ഉസെ സമജായ, ആളുകൾ ആദ്യം അവളെ മനസ്സിലാക്കിപ്പിച്ചു. ഫിർ ധമക്കായ ബഹുത്ത് ഡരായ, പിന്നീട് അവർ അവളെ ഭയപ്പെടുത്താൻ തുടങ്ങി. അല്ലേ, മേ നഹി ഉതരൂങ്കി, ഞാൻ ഇറങ്ങുകയില്ല. ലടുക്കി ചില്ലായി ഓർ ഏക്ക് ശാഖാ പർ ജാ ബൈഠി, ലടുക്കി അങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒരു മരക്കൊമ്പിൽ അങ്ങോട്ട് പോയിരുന്നു. ആത്മീയോനെ സ്വച്ഛ, അപ്പോൾ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു. ആക്കിർ കബീത്തോ ഉദരേകി തബു കാട്ടോകി പേടുക്കോ, അവസാനം അവൾ എപ്പോഴെങ്കിലും ഇറങ്ങിയല്ലോ, അപ്പോൾ നമുക്ക് മരം മുറിക്കാം. ദിൻ ഹഫ്തെ മഹീനെ ബീത്ത് ഗയേ പർ ലടുക്കി തോ ഉദരി ഹി നഹി, ആളുകൾ അവിടെ അങ്ങനെ കാത്തിരിക്കാൻ അവൾ ഇറങ്ങുമെന്ന് കരുതിയിട്ട്. അല്ലേ, പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, പെൺകുട്ടി എന്ത് ചെയ്തില്ല, ഇറങ്ങിയതേയില്ല. ചോദ്യം നോക്കാം. സാഹി വാക്യ കോൻസാ ഹേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ്? ഹം പേട് കാട്ടേഗ, ഹം പേട് കാട്ടോगे, ഹം പേട് കാട്ടേങ്കെ, ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ളത്. ഹം പേട് കാട്ടേങ്കെ, ഏക ഏകെ ഏകി ഏങ്കെ, ഏങ്കെയാണ് ബഹുവചനത്തിൽ വരിക, ഹം ബഹുവചനാണ്. മനസ്സിലായോ? ഇനി അടുത്ത് ജൽദി, ഇസ്കാ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹേ എന്നാണ്. ജൽദി പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം. അതേ അർത്ഥം വരുന്ന പദമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. സമാനാർത്ഥി ശബ്ദമാണ് പറഞ്ഞത്. ജൽദി എന്നതിന് അതേപോലെ അർത്ഥം വരുന്നത് ഏതാണ്? ജഡ്. ജഡ് പറഞ്ഞാലും പെട്ടെന്ന്, വേഗത്തിൽ, പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ജൽദി. റോസ് പറഞ്ഞാൽ നിത്യം, ആക്കിർ അവസാനം, ഹഫ്ത പറഞ്ഞ ആഴ്ച. അപ്പോൾ ഇത് മൂന്നുമല്ല, ജഡാണ് ജൽദി എന്നതിൻ്റെ സമാനാർത്ഥക ശബ്ദം. ഇനി സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസേ എന്നതിൻ്റെ ശരിയായിട്ടുള്ള വികൽപ്പാണ് നമ്മൾ നോക്കേണ്ടത്. വഹ് പ്ലസ് കോ ആണ് ഉസ്കോ അല്ലെങ്കിൽ ഉസേ. വഹ് പ്ലസ് കോ ആണ് ഉസ്കോ അല്ലെങ്കിൽ ഉസേ. വഹ് വരുമ്പോൾ ഉസ് ആണ് വരുന്നത്. യഹ് വരുമ്പോൾ ഇസ് എന്നാണ് വരുന്നത്. യഹ് വരുമ്പോൾ എപ്പോഴും എന്താ വരിക? ഇസ് എന്നാണ് യഹ് വരുമ്പോൾ വരിക. മനസ്സിലായോ? യഹ് എന്നതിന് ഇസ് ആണ് വരുന്നത്. എ എന്നതിന് ഇന്നാണ് വരിക. ഇവിടെ എ ആണല്ലോ, എ എന്നത് ഇന്നാണ് വരിക. വേ എന്നതിന് ഉൻ എന്നാണ് വരിക. എ എന്നാൽ ഇൻ എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ വേ ആണല്ലോ അവിടെ, വേക്ക് ഉൻ എന്നാണ് വരുന്നത്. ഓക്കെ,
എല്ലാതും പറഞ്ഞത് എന്താ അറിയോ, ഏതാണ് എക്സാമിന് ചോദിക്കാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാതൊന്നും വിശദമാക്കിയതാണ് കേട്ടോ. അപ്പോൾ വാക്കിൻ്റെത് ഉസ്സാണ്. വഹ് പ്ലസ് കോ വന്നപ്പോൾ ഉസ്കോ അല്ലെങ്കിൽ ഉസേ, ഉസ്കോ എന്ന് പറഞ്ഞാലും ശരിയാണ്, ഉസേ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി അടുത്ത് നോക്കാം. पेड़ की रक्षा करने के लिए जूलिया पेड़ के ऊपर रहने लगी. इस घटना से संबंध സമാചാർ തയ്യാർ കരേം. സമാചാർ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ സമാചാർ എന്ന് പറഞ്ഞാല്? ന്യൂസ് റിപ്പോർട്ടാണ്, പത്രവാർത്തയാണ്. നിങ്ങൾക്ക് സമാചാർ എന്നും തരും, അതുപോലെ തന്നെ രബട്ട് എന്നും തരും. രബട്ട് പറഞ്ഞാലും പത്രവാർത്തയാണ്, റിപ്പോർട്ട് എഴുതാൻ. രബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രവാർത്തയാണ്. സമാചാർ എന്ന് പറഞ്ഞാലും പത്രവാർത്തയാണ്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലും ഇത് ചോദിക്കാം. പത്രവാർത്ത എഴുതാൻ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നതുകൊണ്ട് തന്നെ മക്കളെ പത്രവാർത്ത എഴുതാൻ വളരെ സിമ്പിളാണ്. നിങ്ങളിനി പത്രവാർത്ത എഴുതാൻ പഠിച്ചിട്ടില്ല എന്ന് കരുതുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ തന്നെ എഴുതണം, ഇതാണ് കറക്റ്റ്, 100% ശരിയാണ് എന്നല്ല പറയുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള എളുപ്പ വഴി മാത്രമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കാതെ സമാചാർ നിങ്ങൾക്ക് എഴുതാൻ വന്നു, നിങ്ങളാണെങ്കിൽ അത് പഠിച്ചിട്ടില്ല, അപ്പം എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ചെറിയൊരു ട്രിക്ക് അത് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സമാചാർ എഴുതുമ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കണം. എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പം നമുക്കിതൊന്നും ഒരു ഹെഡിങ് എടുക്കാം. ഏക് റോസ് കുച്ച് ഹട്ടെ കട്ടെ ആദ്മി, ഈ ഒരു പാരഗ്രാഫാണല്ലോ നമുക്ക് അതിന് വേണ്ടിയിട്ട് തന്നത്. അപ്പം ലഡ്കിക്ക്, ആ പെൺകുട്ടിയുടെ ഒരു ആ പെൺകുട്ടിയാണല്ലോ മരം മുറിക്കാതെ നിർത്തിയത് അല്ലേ? അപ്പം നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ടൊരു പാരഗ്രാഫ്, അതിന് വേണ്ടിയിട്ടൊരു പേര് നമ്മൾ എന്ത് കൊടുക്കും? ലഡ്കീനെ പേടുക്കോ രക്ഷാക്കി എന്ന് കൊടുക്കുക അല്ലേ? പെൺകുട്ടി മരത്തിനെ രക്ഷിച്ചു, അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥാൻ എന്ന് കൊടുക്കുക. സ്ഥാൻ കൊടുക്കണം കേട്ടോ. ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥാൻ എന്ന് കൊടുക്കണം. സ്ഥാൻ എന്ന് എഴുതുക, സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ചാപ്റ്ററിൽ പറയുന്ന പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ഥാൻ എന്ന് മാത്രം കൊടുത്തിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫ് അങ്ങോട്ട് എടുത്തെഴുതുക. സമാചാർ വന്നാൽ മനസ്സിലായോ? ഏക് റോസ് കുച്ച് അട്ടേ കട്ടെ ആത്മീ ഏക് ബഡേ പെടുക്കോ കാട്ടണേ ബഹൂഞ്ചി, ഒരു ദിവസം കുറച്ച് ബലിഷ്ഠരായ ആളുകൾ, പിന്നെ ഏക് റോസ് എന്നുള്ളതിന് വേണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കൽന്ന് കൊടുക്കുക. കൽ പറഞ്ഞ ഇന്നലെ. കൽ പറഞ്ഞ ഇന്നലെ, ഇന്നലെ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കാം. കാരണം പത്രവാർത്തയിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലേ? ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്നലെ ഇന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ട് കുച്ച് അട്ടേ കട്ടെ ആത്മീ ഏക്ക് ബഡേ പേടുക്കോ കാട്ടനെ പഹൂഞ്ചെ, കുറച്ച് ബലിഷ്ഠരായ ആളുകൾ മരം മുറിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ കുച്ച് മഹീനെ പഹലെ എന്ന് വേണമെങ്കിൽ കൊടുക്കുക. അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണല്ലോ, കുറേ മാസങ്ങൾ നിന്നതിന് ശേഷമാണല്ലോ അവര്, കുറേ മാസങ്ങൾ അവര് അവിടെ വെയിറ്റ് ചെയ്തു അല്ലേ? എന്നിട്ടാണല്ലോ മരം മുറിക്കാൻ കഴിയാതെ തിരിച്ചു പോയത്. അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ മരം രക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഏതെങ്കിലും ഒരു ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? പിന്നെ ഇന്നലെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ കേട്ടോ. ഇന്നലെയെന്ന് കൊടുക്കാൻ പറ്റില്ല. കുറേ ദിവസങ്ങൾക്ക് മുമ്പാകുമ്പോൾ കുച്ച് മഹീനോ പഹലെ എന്ന് കൊടുത്തു. कुछ महीनों पहले कुछ हट्टे कट्टे आदमी एक पेड़ से काटने को पहुंचा. एक लड़की ने उन्हें देख लिया. वह जड़ पेड़ पर चढ़ गई. आदमियों ने पहले उसे समझाया, फिर धमकाया, बहुत डराया. मैं नहीं उतरूंगी, लड़की चिल्लाई और एक शाखा पर जा बैठी. आदमियों ने सोचा आखिर तब काटेंगे पेड़ को. इनके हफ्ते बीत गए. लड़की तो उधरी ही नहीं. അന്തമേ അവസാനം എന്താണ്? ഈ മരം മുറിക്കാൻ വന്ന ആളുകൾ പരാജയപ്പെട്ട് മടങ്ങിപ്പോവല്ലേ, ആ ഒരു സെൻറ്റൻസും കൊടുക്കുക. അങ്ങനെ മരം രക്ഷപ്പെട്ടു എന്നും എഴുതാം. മനസ്സിലായോ? अंत में हटे हटे आदमियों ने वहाँ से चुपचाप वहाँ से निकला. उसी समय लड़की ने उससे वादा किया, सभी पेड़ को, यहाँ के किसी भी पेड़ को कभी नहीं काटोगे. इसी प्रकार लड़की ने वहाँ के सभी पेड़ की रक्षा की. ഇപ്രകാരം ആ പെൺകുട്ടി അവിടെയുള്ള എല്ലാ മരങ്ങളെയും രക്ഷപ്പെടുത്തി. അങ്ങനെയൊക്കെ അങ്ങോട്ട് എഴുതാം.
ഓക്കെ, സമാചാറിന് നിങ്ങൾക്ക് ആ ബാക്കി പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ച് സെൻറ്റൻസ് കൂട്ടി എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ, ആ ഒരു സെൻറ്റൻസുകളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് മാത്രം തന്നെയെങ്കിലും എടുത്തെഴുതാം. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ഇനി पेड़ का संरक्षण सबका दायित्व है ये സന്ദേശ് देने के लिए പോസ്റ്റർ തയ്യാർ കരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേട് കാ സംരക്ഷൺ സബ്കാ ദായിത്വ ഹെ, മരത്തിനെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകുന്ന പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പോസ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിൻ്റെ പകുതിയിലേറെ ഭാഗം എടുത്തിട്ട് അതിലൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ തന്ന ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, പേട് കാ സംരക്ഷൺ സബ്കാ ദായിത്വ ഹെ, ആ സെൻറ്റൻസ് നിങ്ങൾ എഴുതുക, ഒരു ചിത്രവും വരയ്ക്കുക. ഇത് കൂടാതെ നിങ്ങൾ മരത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ആ ഒരു സെൻറ്റൻസും കൂടെ എഴുതുക. അപ്പോൾ 2 സെൻറ്റൻസും ഒരു ചിത്രവും വരയ്ക്കുക. മരത്തിൻ്റെ ചിത്രവും വരച്ചാൽ എന്തായി, പോസ്റ്ററായി. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കും. ഇനി അടുത്തത് നോക്കാം, പഹ്ചാൻകർ ലിഖേങ്കി കോൻസാ ക്രമ സഹി ഹൈ. ഈ 5 ചോദ്യങ്ങളാണല്ലോ ഒരു സൂചനയെന്ന് വരുന്നത് അല്ലേ. പഹ്ചാൻകർ ലിഖേങ്കി കോൻസാ ക്രമ സഹി ഹൈ എന്നാണ് ചോദ്യം. കുച്ച് ഹട്ടേ കട്ടേ ആത്മീ, കുറച്ച് ബലിഷ്ഠരായ ആളുകൾ എന്തിനാണ് വന്നത്, പേട് കാട്ടനെയായി അല്ലേ, മരം മുറിക്കാനാണ് വന്നത്. അപ്പോൾ ഈ ചായും കഥാദായുമാണ്. ഫസ്റ്റ് ചായും കഥാദായും ഇവിടെ വരുന്നുണ്ട്. ഇനി കൈ മഹീനെ ബീത്ത് ഗയേ, കുറേ മാസങ്ങൾ കഴിഞ്ഞു, കുറേ മാസങ്ങൾ കഴിഞ്ഞു. അപ്പം എന്താ ഉണ്ടായത്, ഓർ ലടുക്കിനെ പേടുക്കോ ജൂലിയാ ഹെ പർ ലടുക്കി പേട് സെ നഹി ഉതരി. കൈ മഹീനെ ബീത്ത് ഗയേ പർ ലടുക്കി പേട് സെ നഹി ഉതരി അല്ലേ. കുറേ മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ പെൺകുട്ടി മരത്തിൽ നിന്നും ഇറങ്ങിയില്ല. അപ്പം എങ്ങനെയാണ്, ഓ ചായും പിന്നെ എന്താണ് ധനം എന്നുള്ള ദായാണ് വരുന്നത്. ഇതാണ് ശരിയായിട്ട് വരുന്നത് അല്ലേ, ഓ ചായും ധനം ദായും. ഇനി പേടിനെ ലടുക്കി കോ ബച്ചായ, മരം പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. ആർ ലടുക്കി പേടുക്കോ, ലടുക്കി മരത്തിനെ. അപ്പം ജായും തായുമാണ് വരുന്നത്, ജായും തായും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാ യാന്നാണല്ലോ തന്നിരിക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല. ചായും ദായും അല്ലേ, ചായും ദായുമാണല്ലോ ഒന്നാമത്തെ ആൻസർ വരുന്നത്. ച കഥാ ദ, അത് ദാന്നായിരിക്കൂലേ, ദാന്നായിരിക്കില്ല, അതാ യാന്നും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ ഇത് ദാന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഫുൾ ആൻസർ കറക്റ്റ് ഫുള്ളും ശരിയായിട്ടുള്ളത് വരുന്നത് ഇതിലാണ് അല്ലേ, ഈ ഗംബയിലാണ്, ഇതിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ചായും അതുപോലെ തന്നെ ഇതാ കഥാദായും പിന്നെ ഓ ചായും ധനം ദായും, ഓ ചായും ധനം ദായും പിന്നെ ജാനകി ജായും പിന്നീട് തായും, ജായും തായും. ഓക്കെ, അപ്പോൾ എല്ലതും കറക്റ്റായിട്ട് വരുന്നത് ഇതിലാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, പേട് കവിതാക്കി പങ്ക്തിയാ പടയും ഓർ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇതെന്ന് എഴുതേണ്ടത്. ഈ സൂചനയിൽ നിന്ന്, സൂചന എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇനി മുതൽ. അപ്പോൾ സൂചനയിൽ നിന്ന് നമ്മൾ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം, 8 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഇതൊന്നും എഴുതണം. അപ്പോൾ ഏതാണ് ഈ പാഠം വന്നിരിക്കുന്നത്, മിട്ടി സിൽക്കർ രംഗ് ബനായെ പാനി സിൽ ആകാശ് മിട്ടി രംഗ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പേട് എന്ന കവിതയിൽ നിന്നാണ് അല്ലേ, പേട് കവിത അവിടെ തന്നിട്ടുണ്ട്, പേട് എന്ന കവിത നിന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര മാർക്കിന് ഇവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. പേട് എന്ന കവിതയിൽ നിന്നും 2, 4, 5 മാർക്കിനാണ് ഇവിടെ പേട് എന്ന കവിതയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അല്ലേ. പേട് എന്ന കവിതയിൽ നിന്ന് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എത്ര മാർക്കിനാണ്, 5 മാർക്കിനാണ് ഇവിടെ പേട് എന്ന കവിതയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷേ പേട് എന്ന കവിതയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 7 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ, 7 മാർക്കിനൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. मिट्टी सिलकर रंग बनाए पानी सिल आकाश मिट्टी रंग हवा पानी को जोड़ा दिया तलाश पेड़ नहीं तुम दर्जी तुमने कितने सिले किनारे कितनी सिली जमीनें रंग महकी हुई सिलाई फूल सिले पश्मीने കവിത में किसको ദർജി കഹാ ഗയാ ഹെ. കവിതയിൽ എന്തിനെയാണ് ദർജി എന്ന് പറയുന്നത്, പേടിനല്ലേ, പേടിനെയാണ് പറയുന്നത്. രംഗ് മഹക്കി ഹുയി സിലായി ഇസ്കാ മതലബ് ക്യാ ഹെ, രംഗ് മഹക്കി ഹുയി സിലായി എന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ്, പേടിനെ രംഗ് ഓർ മഹക്ക് സേ സിലായി ഹെ, പേട് നിറവും അതുപോലെ തന്നെ ഗന്ധവും കൊണ്ട് തുന്നിച്ചേർത്തിരിക്കുന്നു. അതായത് മരത്തിൽ എന്തുണ്ട്, പൂക്കളുണ്ട്, പൂക്കൾക്ക് എന്തുണ്ട്, ഗന്ധമുണ്ട്, ആ പൂക്കളിൽ നിറവുമുണ്ട്.
യഹ് ആശയ വാലി പങ്ക്തിയാ ലിഖി ആശയം വരുന്ന വരികൾ എഴുതുക. പേടിനെ മിട്ടി രംഗ് ഹവ ഓർ പാനി കോ തരാശ് കെ ജോഡാ ഹെ. പേട് ഈ ഒരു അർത്ഥം വരുന്ന വരിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് പേടിനെ മിട്ടി രംഗ് ഹവ ഓർ പാനി കോ തരാശ് കെ ജോഡാ ഹെ എന്നാണ് പറഞ്ഞത് അല്ലേ. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്, ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്ത് ചോദിച്ചിട്ടില്ല, ഇതിൽ ആശയം എഴുതാൻ പറഞ്ഞിട്ടില്ല അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ആശയം എഴുതാൻ നിർബന്ധമായിട്ടും വരും. പേട് എന്ന ഒരൊറ്റ കവിത മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് പഠിക്കാനുള്ളൂ, പേട് എന്ന കവിത. അപ്പോൾ അതിൽ നിന്നും ആശയം എഴുതാൻ നിർബന്ധമായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 മാർക്കും ഇതിൽ 4 മാർക്കും കൂടെ 9 മാർക്കായില്ലേ. അപ്പോൾ പേട് എന്ന കവിതയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 9-10 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. ആശയം പഠിച്ചു വെച്ചോ, ആശയം നിർബന്ധമായിട്ട് ചോദിക്കും. ഇനി അടുത്തത് ഹാച്ചി കി കഹാനിക്കായി അംശപടി. ഇനി തന്നിരിക്കുന്നത് ഹാച്ചി കി കഹാനി. നമുക്ക് ഹാച്ചി കി കഹാനി എന്ന പാഠം വരെയേ ഉള്ളൂ ഈ പ്രാവശ്യം എക്സാമിന് കേട്ടോ. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया, लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके नेह की उसका दिल पिघला दिया. നോക്കാം, ദിൽ പിഘലാ ദേന കാ മത്ലബ് ക്യാ ഹെ എന്നാണ് ചോദ്യം. ദിൽ പിഘലാ ദേന എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഘൃണ ഹോന, പ്രേമ ഹോന, വിരോധ് ഹോന, ദയ ഹോന. ദിൽ പിഘല എന്ന് പറഞ്ഞാൽ ദയ തോന്നുക. ആദ്യം ഹാച്ചിനോട് ആ ഭാര്യയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, പിന്നെ അതിനോട് ദയ തോന്നിയില്ലേ, പിന്നെ അതിൻ്റെ സ്നേഹമായി, പിന്നെ അതിനോട് പാവം തോന്നി. അതിനെല്ലാവരോടും അതിൻ്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ പ്രൊഫസറിനോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അതിനോട് സ്നേഹം തോന്നി. ദിൽ പിഘലാ ദിയ പ്രതി ഉസ്കെ സ്നേഹിനെ, പ്രൊഫസർക്കെ പ്രതി ഉസ്കെ സ്നേഹിനെ ഉൻകാ ദിൽ പിഘലാ ദിയ അല്ലേ. പ്രൊഫസറിനോടുള്ള സ്നേഹം കണ്ടപ്പോൾ ഭാര്യയുടെ മനസ്സലിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദയയാണ്. नमूने के अनुसार लिखिए, प्रोफेसर सुबह टहलने जाएगा, प्रोफेसर सुबह टहलने जाता है, हाची प्रोफेसर के साथ खेलेगा. ഇനി നമ്മൾ എന്താ ഇവിടെ എഴുതേണ്ടത്, നമൂനയ്ക്ക് അനുസാർ ലിഖിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാതൃകയായിട്ട് എഴുതാൻ ഹാച്ചി ഓക്കെ. പ്രൊഫസർ സുബത് 2 സൈഡായിട്ടാണ് തരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് ഈ 4 എണ്ണം ഒന്നിച്ച് തന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് തരിക എങ്ങനെയാണ്, ഈ സൈഡിൽ 2 എണ്ണം തന്നിരിക്കും, പിന്നെ ഈ സൈഡിൽ ഉണ്ടാവും അല്ലേ, ഇവിടേക്ക് ഇങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഈ സൈഡിലും ഉണ്ടാവും, എന്നിട്ട് ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ഒന്ന് ഇവിടെ എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു ഇതുപോലത്തെ സ്പേസും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പ്രൊഫസർ സുബഹ് ടെഹൽനെ ജായേഗ, പ്രൊഫസർ രാവിലെ ടെഹൽനെ ജായേഗ, രാവിലെ ഉലാത്താൻ ഇറങ്ങി. പ്രൊഫസർ സുബഹ് ടെഹൽനെ ജാത്താഹെ എന്നാണ് ഇവിടെ കേട്ടോ. ജായേഗയ്ക്ക് പകരം ജാത്താഹെ എന്നാണ് വന്നത്. സുബഹ് ടെഹൽനെ, ഇവിടെ സുബഹ് ടെഹൽനെ വരെ എഴുതിയിട്ടുണ്ട്, പിന്നെ ജാത്താഹെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഗേലേഗ എന്നുള്ളതിനാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ ജായേഗ എന്നുള്ളത് ജാത്താഹെ എന്നാക്കിയില്ലേ. അതേപോലെ ഇവിടേക്ക് നമ്മൾ ഹാച്ചി പ്രൊഫസർ കെ സാത്ത് എന്ന് വരെ നമ്മൾ എഴുതണം. ഹാച്ചി പ്രൊഫസർ കെ സാത്ത് എന്ന് വരെ എഴുതുക. പിന്നെ ഈ ഗേലേഗ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റും, ഗേൽത്താഹെ എന്നാക്കാം. ഇനി പ്രൊഫസർ ഹാച്ചി കോ ലേക്കർ घर आया, पत्नी को हाची पसंद नहीं आया, इस प्रसंग के प्रोफसर और पत्नी के बीच संवाद കൽപ്പന കർക്കെ ലിഖി എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ പഠിച്ച സംവാദമാണ്, പ്രൊഫസറും ഭാര്യയും തമ്മിലുള്ള വാർത്താലാപ്. വാർത്താലാപ്, സംവാദ്, ബാത്ചിത്ത്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചോദിക്കും. സംവാദം എന്ന് പറഞ്ഞാലും സംഭാഷണം എഴുതാനാണ്, വാർത്താലാപം എന്ന് പറഞ്ഞാലും സംഭാഷണം എഴുതാനാണ്, ബാത്ചിത്ത് എന്ന് പറഞ്ഞാലും സംഭാഷണം എഴുതാനാണ് കേട്ടോ. അപ്പം 3 തരത്തിൽ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ ആൻസറാണ്, സംഭാഷണം എഴുതി കൊടുക്കുക. എന്തൊക്കെയാ ചോദിക്കുക, സംവാദ് എന്ന് ചോദിച്ചാൽ, ബാത്ചിത്ത് എന്ന് ചോദിച്ചാൽ, വാർത്താലാപ് എന്ന് ചോദിച്ചാൽ. 3 ചോദ്യത്തിൻ്റെയും അർത്ഥം എന്താണ്, സംഭാഷണം എഴുതുക എന്നാണ്. ഇനി അടുത്ത നോക്കാം. കഹാനിക്ക് ആധാർ പർ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാച്ചി അക്കീത്ത നസ്ൽ കാ കുത്ത ഹെ, ആട്ട് കോ जापानी लोग सौभाग्यशाली अंग मानते हैं, प्रोफेसर रोज अपने कार से दफ्तर जाता था. തെറ്റാണ് അല്ലേ.
ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരിയായിട്ടുള്ള 4 പ്രസ്താവനയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഈ മുകളിലത്തെ രണ്ടെണ്ണം ശരിയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഹാച്ചി അക്കീത്ത നസ്ല് വംശത്തിലുള്ള ഒരു പിന്നെ അക്കീത്ത വംശത്തിലുള്ള ഒരു നായയായിരുന്നു. ശരിയാണ്. 8 എന്നത് ജാപ്പാനിയിൽ സൗഭാഗ്യ നമ്പറാണ്. അതും ശരിയാണ്. പ്രൊഫസർ കാറിലാണ് പോയത് എന്നുള്ളത് തെറ്റാണ്. ഹാച്ചി മൃത്യു തക്ക് പ്രൊഫസർ കി പ്രതീക്ഷ കർത്താരഹ, മരണം വരെ പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നു ഹാച്ചി, അല്ലേ? ശരിയാണ്. പ്രൊഫസറിനെ ഹാച്ചി കെ മാലിക്കോ ടൂണ്ട് നികാല, പ്രൊഫസർ ഹാച്ചിയുടെ മാലികനെയും തെരഞ്ഞിറങ്ങിയിരുന്നു, അല്ലേ? ശരിയാണ്. സ്റ്റേഷൻ കെ ബാഹർ ഹാച്ചി കി പ്രതിമ സ്ഥാപിത് ഹെ, സ്റ്റേഷൻ കെ ബാഹർ ഹാച്ചി കി പ്രതിമ സ്ഥാപിത്, അത് ശരിയല്ലേ? സ്റ്റേഷന്റെ പുറത്ത് തന്നെയല്ലേ ഹാച്ചിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്? 4 ശരിയായതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഹാച്ചി അക്കീത്ത നസ്ൽ കാ കുത്താ ഹെ, പ്രൊഫസർ റോഷൻ के कार में स्टेशन के बाहर ഹാച്ചി की പ്രതിമ സ്ഥാപിത് ഹെ, സ്റ്റേഷൻ के अंदर എന്നാണോ ഇനി? അതൊരു സംശയമായിട്ട് അവിടെ ഉണ്ട്. നിങ്ങൾ നോക്കട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇനി ബാബ ആർ ബാബാക്കി ചെടി കവിതാക്കി പങ്ക്തിയാം പടയും ആർ പ്രശ്നം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാബ ആർ ബാബാക്കി ചെടി നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇല്ല. ബാബാക്കി ചെടി എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്രാവശ്യം വരുന്നതല്ല. ഇനി ഹാച്ചിക്ക് കഹാനി എന്ന് തന്നെയാണ് വീണ്ടും ചോദ്യം വന്നിരിക്കുന്നത്. മൂഗ് ജാൻവർ വിശേഷം ശബ്ദ കോൻസായ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂഗ് ജാൻവർ പറഞ്ഞാൽ മൂഗാണ് ഇതിലെ വിശേഷം ശബ്ദം. ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിശേഷം ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങനെ നേരെ ഒരു സെൻറ്റൻസ് പോലെ തരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തണ്ടെടുത്ത് എഴുതിക്കും. അതാണ് വിശേഷം ശബ്ദമായിട്ട് വരിക കേട്ടോ. വാക്യക്ക് സഹി പൂർത്തിക്കരയും പ്രൊഫസർ की पत्नी सड़क पर बैठकर रोने लगा रोने लगी रोना लगा रोने लगी रोने लगी, ले പ്രൊഫസർ की पत्नी सड़क पर बैठकर रोने लगी. वाक्य विस्तार करेമാണ് पति की फूल चढ़ाने कब्र पर, പത്നിയായി, പത്നി വന്നു. പത്നി എന്തിനാ വന്നത്? ഫൂൽ ചടാനെ, പത്നി ഫൂൽ ചടാനെ ആയി. ആർക്ക് വേണ്ടി പൂക്കൾ അർപ്പിക്കാനാണ് വന്നത്? കബ്ർ പർ, അല്ലേ? പത്നി കബ്ർ പർ ഫൂൽ ചടാനെ ആയി. ആരുടെ ശവകുടീരത്തിലാണ്? പതിയുടെ. അപ്പോൾ പത്നി പതിക്ക് കബ്ർ പർ ഫൂൽ ചടാനെ ആയി. മനസ്സിലായില്ലേ? मान ले इस प्रसंग को पत्नी अपनी डायरी में लिखती है, डायरी का अंश कल्पना करके लिखे. എന്താണ് ഇനി? പത്നി ആ ഒരു സംഭവം തൻ്റെ ഡയറിയിൽ എഴുതാണ്. ഭാര്യ ഇതാ ഹാച്ചിനെ കാണുന്നതാണല്ലോ. ബീച്ച് കബി കിസി ബറസ് പ്രൊഫസർ की पत्नी अपने पति की कब्र पर, തൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ പിന്നെ പൂക്കളർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഭാര്യ ഹാച്ചിയെ കാണുന്നു. ഹാച്ചിയെ കണ്ട് കരയുന്നു. അപ്പോൾ ആ ഒരു സംഭവം അവൾ എന്ത് ചെയ്യാണ്? ഡയറി എഴുതുകയാണ്. അപ്പോൾ ഡയറിയാണ് നമ്മൾ സങ്കല്പിച്ച് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഡയറിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? ഡേറ്റ് ഉണ്ടായിരിക്കണം, അല്ലേ? ഡേറ്റും ഉണ്ടായിരിക്കണം, ദിവസവും ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ എഴുതാൻ തുടങ്ങുക ഡയറി. ആജ് കാ ദിൻ മേ കബി നഹീം ഭൂലൂങ്ക എന്ന് പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങുക. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. आज मैं मेरे पति की कब्र में फूल चढ़ाने के लिए कब्र पर फूल चढ़ाने आ जाती तब ഹാച്ചി. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പാരഗ്രാഫ് എന്ന് തന്നെ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ആജ് കദീൻമേ കബി നഹീം ഭൂലൂങ്ക, അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എഴുതിയതിന് ശേഷം ബീച്ച് മേ കബി കിസി ബറസ് പ്രൊഫസർ കി പത്നി എന്നുണ്ടല്ലോ, അതൊന്നും വേണ്ട. ആജ് മേം എന്ന് കൊടുക്കുക. ഡയറി എഴുതണത് ആ ദിവസം നടന്ന സംഭവത്തിന് വെച്ച് അന്ന് രാത്രി ആയിരിക്കുമല്ലോ ഡയറി എഴുതുന്നത്. അപ്പം ആജ് മേം, ഇന്ന് ഞാൻ, അപ്പനെ പതിക്ക് കബ്ർ പർ, എന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് എടുക്കുക. അപ്പനെ പതിക്ക് കബ്ർ പർ ഫൂൽ ചടാനെ ആ ജാത്തി തബ് വഹ് എന്നുള്ളടത്ത് മേം എന്ന് എഴുതാം. വഹ് എന്ന് പറയുന്നത് പത്നീനെയാണല്ലോ. അപ്പം ഡയറി എഴുതുമ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടല്ലേ എഴുതുക. അങ്ങനെ ഞാനും പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി പോയി. തബ് അപ്പോൾ ഞാൻ, ഹാച്ചിക്ക് സാത്ത് സടക്ക് പർ ബൈഠ് പർ രോത്തി രത്തി, അപ്പോൾ ഞാൻ ഹാച്ചിയോടൊപ്പം, സാത്ത് എന്നുള്ളതിൻ്റെ ഇതായല്ല കേട്ടോ, സടക്ക് പർ ബൈഠ് കർ രോത്തി രത്തി, ഹാച്ചിയോടൊപ്പം റോഡിലിരുന്നിട്ട് ഞാൻ കരയാൻ തുടങ്ങി. और शायद उस मूग जानवर के प्रेम समर्पण व प्रतीक्षा पर आचरित करती. എത്തി. പിന്നെ മേം
ഈ ഓർ ഷായത് എന്നുള്ളിടത്ത് എന്ത് എഴുതുക? മേം, ഞാൻ. ഞാൻ ആ മൂഗ ജാൻവറിന്റെ സ്നേഹ സമർപ്പണത്തിൽ അതിൻ്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ, സമർപ്പണ മനോഭാവം ഉണ്ടല്ലോ, അതിലെന്തായി? ഞാൻ അത്ഭുതപ്പെട്ടു. അജരജ് കർത്തി, ആ പ്രതീക്ഷ. അവൻ പിന്നെ ഹാച്ചി ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അവളുടെ ആ ഒരു മനോഭാവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്രയും കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. पति की कब्र पर फूल चढ़ाने के लिए पत्नी शहर आती है और स्टेशन पर हाची से मिलती है. यह बात कहकर वह अपने मित्र के नाम पत्र लिखती है. ഇനി കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കത്തിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് കത്ത് എഴുതുന്നതിന് 4 മാർക്കാണ്. കണ്ടോ? 4 മാർക്കാണ്. ഡയറി എഴുതിയാലും കത്ത് എഴുതിയാലും 4 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റിനാണ് 2 മാർക്ക്. അതുപോലെ തന്നെ കത്തിൻ്റെ ഫോർമാറ്റിനാണ് 2 മാർക്ക് വരുന്നത്. കത്തിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിക്കുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിക്കുക. നമ്മൾ കത്തിൻ്റെ, ഡയറിയുടെ, അതുപോലെ തന്നെ പോസ്റ്ററിൻ്റെ, പടുക്കഥ നിങ്ങൾക്ക് ആവശ്യമില്ല, 10ാം ക്ലാസ്സിനാണ് ആവശ്യമായിട്ട് വരുന്നത്. 8, 9, 10 കുട്ടികൾക്ക്, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഫോർമാറ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഹിന്ദി വിന്നറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നാണ് അതിൽ തന്നിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. നീച്ചെ ദിയെ ഗണ്ട് പടുക്കർ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് 18ൻ്റെ ഉത്തരം മാത്രമേ ഇവിടെ എഴുതാൻ പറയണുള്ളൂ അല്ലേ? 18 എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ നമ്മൾ ഇതൊന്ന് എഴുതേണ്ടതുള്ളൂ. നോക്കാം. ഇസ് പ്രകൃതി ദ്വാര പ്രതാപ് കി ഗയി മൂല്യവാൻ संधि है. पेड़ बचाओ जीवन बचाओ केवल एक नारा ही नहीं है, यह एक जिम्मेदारी भी है जिसे हमें समझना चाहिए. वृक्ष मृत्यु पर जीवन का प्रतीक है. जिम्मेदारी പറഞ്ഞ ഉത്തരവാദിത്തം എന്നുള്ള അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്. ഹമാരി ജിമ്മേദാരി ക്യാ ഹേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഹമാരി ജിമ്മേദാരി? ഹമാരി ജിമ്മേദാരി ഇതിൽ പറയണത് യഹ് ഏക് ജിമ്മേദാരി ബി ഹേ. പേട് ബച്ചാവോ ജീവൻ ബച്ചാവോ, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പേട് ബച്ചാവോ ജീവൻ ബച്ചാവോ ഹമാരി ജിമ്മേദാരി ഹേ. നമ്മുടെ ജിമ്മേദാരി പറഞ്ഞത് എന്താണ്? പേട് ബച്ചാവോ ജീവൻ ബച്ചാവോ എന്നത് കേവലം ഒരു ഒരു മുദ്രാവാക്യം മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞത്. നീച്ചെ ദിയെ ചിത്രക്കെ ആധാർ പർ ദോ സാർത്ഥക വാക്യ ബനായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് 2 അർത്ഥവത്തായിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 2 സെന്റൻസ് എഴുതാം ഈ ചിത്രം നോക്കിയിട്ട്. വളരെ ചെറിയ 2 സെന്റൻസ് എഴുതിയാൽ മതി. ഇവിടെ എന്താണ്? മരമാണ് അല്ലേ? മരത്തിൽ എന്താണ്? ഒരുപാട് പക്ഷികളുണ്ട്. അപ്പം എന്താ നമ്മൾ എഴുതേണ്ടത്? പേട് പർ ചിടിയാ ഹേ. മരത്തിൽ എന്തുണ്ട്? പക്ഷികളുണ്ട്. പേട് പർ അസംഖ്യ പക്ഷിയാ ഹേ എന്ന് എഴുതാം. മരത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. പിന്നെന്താണ്? ഏക്ക് ലടുക്ക ഏക്ക് ലടുക്ക ആർ ലടുക്കി ഉസ്കോ ദേഖ് രഹാ ഹേ. ആ ആൺകുട്ടിയും പെൺകുട്ടിയും അതിനങ്ങ് നോക്കി നിൽക്കുകയാണ്. പിന്നെന്താ? താഴെ എന്താ ഉള്ളത്? വെള്ളമാണ് കാണുന്നത് അല്ലേ? വെള്ളമല്ലേ താഴെ കാണുന്നത്? വെള്ളത്തിൽ എന്താണ്? പക്ഷികൾ നടക്കുന്നു, താറാവ് നടക്കുന്നത്. 2 സെന്റൻസ് ആണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. 2 സെന്റൻസ് നമ്മൾ നോക്കി. ഇനി അത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേട് കവിത കി പങ്ക്തിയാ പഠേം. പേട് എന്ന കവിതയുടെ പങ്ക്തികൾ വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് എഴുതേണ്ടത്. ആമുമ്മേ ആമക്കെ സ്വാദ് സിലേ ഹേ, ജാമുൻമേ ജാമുൻ കെ, ബാഗമേ ബാഗ് കെ സ്വാദ് സിലേ ഹേ, വൻമേ പേട് കെ വൻ, പേട് തും പേട് നെയ്യും തും ദർജി, കവിതാമേ കിസ്കോ ദർജി കഹാ ഗയാ ഹേ. എന്തിനെയാണ്? പേടിനെ. നമ്മൾ നേരത്തെ നോക്കിയതിലുണ്ടായിരുന്നു അല്ലേ? പേടിനെയാണ് എന്ത് പറഞ്ഞത്? ദർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പേടുക്കോ എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്തത്, പേടിനെ പ്രത്യേക ഫലമേ അപ്നാ സ്വാദ് ബരാഹേ, ഈ ആശയ വാലി പങ്ക്തിയാ ലിഖേം. എന്താണ്? പേട് ഓരോരോ മരത്തിലും പ്രത്യേകം പ്രത്യേക സ്വാദ് നിറച്ചിരിക്കുന്നു പഴങ്ങളുടെ എന്ന് പറഞ്ഞല്ലോ. ആമുമ്മേ ആമുക്കെ സ്വാദ് സിലേഹേ, ജാമുൻമേ ജാമുൻ കേ. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ.
പേട് പ്രകൃതി കാ വരദാൻ ഹേ ഇസ് പർ ലഘുലേഖ ലിഖേം. പേട് മരം പ്രകൃതിയുടെ വരദാനമാണ് എന്നതിൽ ഒരു ലഘുലേഖ എഴുതാം. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തതാണ്. അതൊന്ന് പഠിക്കുക. ജൂലിയാർ ലൂണ എന്ന കഹാനിൽ നിന്ന് തന്നിരിക്കുന്ന ഭാഗം 4, 5, 6, 7 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇന്ന് എഴുതേണ്ടത്. 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്. നോക്കാം. उनकी अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया। उनके इर्द गिर्द हजारों लोग इकट्ठा होने लगे। हट्टे कट्टे आदमियों और उसके सेठ की लड़की पेड़ उसकी दोस्ती और उनके हजारों दोस्तों ने डर लगने लगा था. दो सही प्रस्ताव चुनकर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पेड़ लड़की से डरता था. लड़की ने पेड़ को बचाया. सेठ ने पेड़ कटवाया. सेठ को लड़की और उसके दोस्तों से डर था. സേട്ടിന് പെൺകുട്ടിയെയും അവളുടെ ഫ്രണ്ട്സിനെയും ഭയമായിരുന്നു. ശരിയാണ്. സേട്ടിനെ പേട്ട് കട്ടായ തെറ്റാണ്. സേട്ട് മരം മുറിച്ചിട്ടില്ല അല്ലേ. ലടുക്കീനെ പേടുക്കോ ബച്ചായ പെൺകുട്ടി മരത്തിനെ രക്ഷപ്പെടുത്തി. ശരിയാണ്. പേട് ലടുക്കീസേ ഡർത്താത മരം പെൺകുട്ടിയെ ഭയപ്പെടുത്തിയിരുന്നു. തെറ്റാണ്. 2 എണ്ണമാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. 2 എണ്ണം കിട്ടി. ലടുക്കിനെ പേട് സേ പേടുക്കോ ബച്ചായ എന്നും അതുപോലെ തന്നെ സേട്ട് ലടുക്കി ഓർ ദോസ്തോക്കോ ഇതും അതുപോലെ തന്നെ ഇതുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇനി ദുനിയാ ഭർ മേം കോൻ സാ കാര്യ മഷ്ഹൂർ ഹോ ഗയാ ഹൈ. സഹി വാക്യ കോൻ സാ ഹൈ. ദുനിയാ ഭർ മേം കോൻ സാ കാര്യം മഷ്ഹൂർ ഹോ ഗയാ. ഏത് കാര്യമാണ് ലോകം മുഴുവൻ വ്യാപിച്ചത്, പ്രസിദ്ധമായത്? എന്താണ്? കിസ്സ അനോക്കി ദോസ്തി കാ കിസ്സ അല്ലേ. മരത്തിൻ്റെയും പേടിൻ്റെയും അതുപോലെ തന്നെ ജൂലിയ ആർ ലൂണ എന്ന് പറയാം. ജൂലിയ ആർ ലൂണ കെ അനോക്കി ദോസ്തി കാ കിസ്സ അത്ര എഴുതിയാൽ മതി. ജൂലിയയുടെയും ലൂണയുടെയും വിചിത്രമായ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ് ലോകം മുഴുവൻ പ്രചരിതമായത്. സഹി വാക്യ കൊൻസാഹെ എന്നാണ് അടുത്ത ചോദ്യം. പേടുക്കെ ഒരു മാർക്കാണ്. ഒറ്റൊന്നൊരു ഉത്തരം ശരിയായിട്ടുള്ളതുള്ളൂ കേട്ടോ. പേടുക്കെ പാസ് കൈ ലോക ആനേലേക്ക്. പേടുക്കെ പാസ് കൈ ലോക ആനാ ലഗ. പേടുക്കെ പാസ് കൈ ലോക ആനേ ലഗ. പേടുക്കെ പാസ് കൈ ലോക ആനേ ലഗി. ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തന്ന പാരഗ്രാഫിൽ ഉണ്ടായിരിക്കും. പേടുക്കെ പാസ് കൈ ലോക ആനേ ലഗ എന്നല്ലേ. ആനേ ലഗ എന്നാണ്. പേടുക്കെ പാസ് കൈ ലോക ആനേ ലഗ എന്നാണ് ഉത്തരം. पेड़ के पास कई लोग ആനേ ലഗ ഇതിൽ തന്നിട്ടില്ല അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ? ആനേ ലഗ എന്നാണ് വരിക കേട്ടോ. पेड़ के पास कई लोग ആനേ ലഗ. जूलिया लूना की रक्षा करना चाहती है. सेठ लूना को कटवाना चाहता है. लोग दोनों के बीच हुए संवाद कल्पना करके लिखे. ജൂലിയ ലൂണാക്കി രക്ഷാ കർണാതെ ജൂലിയ ലൂണേനെ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജൂലിയ മരത്തിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. സേട്ട് മരം മുറിക്കാനാണ് അല്ലേ ആഗ്രഹിക്കുന്നത്. 2 പേരും തമ്മിലുള്ള സംവാദം, അതായത് ജൂലിയയും സേട്ടും തമ്മിലുള്ള വാർത്താലാപം എഴുതാനാണ് പറഞ്ഞത്. സംവാദ് നേരത്തെ പറഞ്ഞു തന്നതാണ്. സംവാദ് പറഞ്ഞ എന്താണ് അർത്ഥം എന്ന്. അപ്പൊ ജൂലിയും സേട്ടും തമ്മിലുള്ള വാർത്താലാപം നമ്മൾ പഠിച്ചതാണ്. അത് തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് പഠിക്കട്ടോ. ജൂണില്ല ലൂണല്ലേ. ഇവിടെ ജാ അല്ല ലായാണേ. ലൂണാക്കെ സംരക്ഷണ per പോസ്റ്റർ തയ്യാറാക്കരെ. ഇത് നിങ്ങൾക്ക് വാർത്താലാപം എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ലൂണാക്കെ സംരക്ഷണ per പോസ്റ്റർ തയ്യാറാക്കരെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പോസ്റ്ററാണ്. അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലൂണയുടെ സംരക്ഷണത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിന്റെ പകുതിയിലേറെ ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ പോസ്റ്റർ എഴുതെടുക്കണം. ചെറിയ കുഞ്ഞ് ബോക്സ് തീപ്പെട്ടിക്കൂട് പോലെ ഒന്നും വരച്ചെഴുതരുത്. കുറച്ച് വലിയതായിട്ട് തന്നെ ഒരു ബോക്സ് വരച്ചോ. അപ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. മനസ്സിലായല്ലോ. പകുതിയിലേറെ ഭാഗം എടുത്തിട്ട് വലിയൊരു ബോക്സ് വരച്ചിട്ട് അതിൽ വലുതാക്കി നല്ലൊരു മരത്തിൻ്റെ ചിത്രം വരയ്ക്കുക. 2 സെൻറ്റൻസും എഴുതാം. അടുത്തത് ഹാച്ചി കി കഹാനി കാ ഹംശ പഠിക്കർ. ഹാച്ചി കി കഹാനിയുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. വായിച്ചു നോക്കാം. കുച്ച് സമയ ബാദ് പ്രൊഫസർ की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. वो अपने साथ हाथी എന്നൊക്കെ അവിടെ എഴുതിയത്. ഹാച്ചിയാണ് കേട്ടോ. ഹാച്ചി കോ ബി ലേത്തി ഗയി थी लेकिन हाची वहां से भाग आया और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. स्टेशन के आसपास लोग उसे पहचानते थे. वे लोग ഹാച്ചി എന്നാണ് കേട്ടോ മക്കളെ. എവിടെയൊക്കെ ഹാത്തി എന്നാണ് തന്നത്. ഹാച്ചിക്കോ
ഗാന ഗിലാ ദേത്തെ. കിസ്നെ മക്കാൻ ബേച്ച് ദിയ, ആരാണ് വീട് വിറ്റത്, കെട്ടിടം വിറ്റു എന്ന് പറഞ്ഞല്ലോ. ആരാണ്? പ്രൊഫസർ കി പത്നി അല്ലേ, പ്രൊഫസറിന്റെ ഭാര്യയാണ് കെട്ടിടം വിറ്റത്. പ്രതിജ്ഞ കാ സമാനാർത്ഥി ശബ്ദ കോൻസാ ഹെ, പ്രതിജ്ഞ എന്നതിന്റെ പ്രതിജ്ഞ അല്ലല്ലോ, പ്രതീക്ഷയാണ്. ക്ഷ എന്നാണ് കേട്ടോ, പ്രതീക്ഷ എന്നാണ്. പ്രതീക്ഷ ഇവിടെ ഇവിടെ തെറ്റുണ്ട് കേട്ടോ, പ്രതീക്ഷ എന്നാണ്. ഞാൻ എഴുതിയതും കറക്റ്റ് ആയിട്ടില്ല. പ്രതീക്ഷ എന്നാണ് കേട്ടോ. പ്രതീക്ഷയ്ക്ക് എന്താണ്? ഇന്ദസാർ, ഇന്ദസാറാണ് പ്രതീക്ഷ. വാക്യ വിസ്താർ കരേം. ലോകോനെ ആസ്പാസൊക്കെ ഹാച്ചി, ഇവിടെ ഹാച്ചിയാണ്, ഹാച്ചി. ഇവിടെ ഹാന്ന് കൊടുക്കാം, ഇവിടുത്തെ ചായ കൊടുക്കാം, ഹാച്ചി. ലോകോനെ ആസ്പാസൊക്കെ ഹാച്ചിക്കോ. ഇവിടെ ഗാനാ ഗിലാന, ഗാനാ ഗിലാന പറഞ്ഞെന്താ? ഭക്ഷണം കഴിപ്പിച്ചു, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുത്തു എന്നുള്ള അർത്ഥം. ഭക്ഷണം കഴിപ്പിച്ചു, ഗാനാ ഗിലാന, ഭക്ഷണം കൊടുത്തു. ആരാണ് ഭക്ഷണം കൊടുത്തത്? ലോകോനെ. അപ്പൊ നമുക്ക് ആദ്യം ലോകോനെ എടുക്കാം. ലോകോനെ ഗാനാ ഗിലാ, ഗിലാന എന്നാണ് പഠിപ്പിച്ചത്. ഗാനാ ഗിലായ എന്നാണ് വരിക. ലോകോനെ ഗാനാ ഗിലായ. ഇനി അടുത്തത് എന്താ വരിക? ലോകോനെ ഹാച്ചിക്കോ ഗാനാ ഗിലായ. आसपास के लोगों ने हाची को गाना गिलाया. സ്റ്റേഷൻ കെ ആസ്പാസ് കെ എന്നാവൂല്ലേ, ആസ്പാസ് കെ ലോഗോനെ ഹാച്ചിക്കോ ഗാന ഗിലായ. അർത്ഥവത്തായിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കുക, അത്രയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 മാർക്കാണ്. 3 സെന്റൻസ് എഴുതിയാൽ പ്രൊഫസർ കി പത്നി ഹാച്ചിക്കോ ദൂസരെ, ഇവിടെയൊക്കെ നിങ്ങൾ മാറ്റി വായിക്കണം ഹാച്ചി എന്ന് കേട്ടോ. ഹാച്ചിക്കോ ദൂസരെ ഷഹ് ലേ ഗയ, ഷഹർ എന്നാണ്, ദൂസരെ ഷഹർ ലേ ഗയി. पर हाची वह शहर छोड़कर प्रोफेसर की गोज में സ്റ്റേഷൻ ലൗട്ട് ആയ. ഇസ് പർ സമാചാർ തയ്യാർ കരെ. സമാചാർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു തന്നതാണ്. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും, ആ പാരഗ്രാഫ് വായിക്കുക, അതിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സമാചാർ ഉണ്ടാക്കുക. प्रस्तुत प्रसंग के आधार पर പ്രൊഫസർ की പത്നി की ഡയറി കൽപ്പന കർക്കെ ലിഖേൻ. പ്രൊഫസറിന്റെ ഭാര്യയുടെ ഡയറി സങ്കല്പിച്ചെഴുതാം. അപ്പൊ 2 ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട് എന്ത്? പ്രൊഫസറിന്റെ ഭാര്യയുടെ ഡയറി എഴുതാനും അതുപോലെ തന്നെ സമാചാർ എഴുതാനും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, സമാചാർ പഠിക്കണം, പ്രൊഫസറിന്റെ ഭാര്യയുടെ ഡയറിയും പഠിക്കണം അല്ലേ. ബാബ ഓർ ബാബാക്കി ചെടി നിങ്ങൾക്ക് ഇത്തവണ ഇല്ല. हाची की कहानी. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया, लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके ने उनका दिल पिघल गया. दिल पिघल दिया का मतलब क्या है? मन में घृणा, दया, दयाണ് അല്ലേ, दयाണ്. नमूने के अनुसार लिखे. हाची प्रोफेसर के साथ जाएगा, जाता है, प्रतीक्षा करेगा. പ്രതീക്ഷ കണ്ട, പ്രതീക്ഷ നമ്മൾ നേരത്തെ അവിടെ എഴുതിയത് പ്രതിജ്ഞ നേനി. അപ്പം ഇവിടെ പ്രതീക്ഷ കണ്ടല്ലേ, എങ്ങനെയാണ് ഷാ വരിക? ഹാത്തി അല്ല, ഹാച്ചി, ഹാച്ചി ഇവിടെയൊക്കെ ഹാച്ചിയാണ്. ഹാച്ചി പ്രൊഫസർക്ക് പ്രതീക്ഷ കരയുക. അപ്പൊ ഇവിടേക്ക് എങ്ങനെ വരും? ഹാച്ചി പ്രൊഫസർക്ക് പ്രതീക്ഷ വരെ നമ്മളിതുവരെ എഴുതിയിട്ട് കരയുക എന്താക്കും? കർത്താഹേ, കർന്ന് വരുമ്പോൾ എടുക്കും, പിന്നെ ഈ താഴെ എടുക്കും, കർത്താഹേ. മനസ്സിലായില്ലേ? दुनिया भर में कौन सा कार्य मशहूर हो गया? അത് നമ്മൾ നേരത്തെ നോക്കി അതേ ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. ദുനിയാ ഭർ में कौन सा कार्य मशहूर हो गई എന്നാണ് ലോകം മുഴുവൻ വ്യാപിച്ച കാര്യം എന്തായിരുന്നു? प्रोफेसर की पत्नी को शुरू में हाथी पसंद नहीं आया, लेकिन उनकी सुंदरता प्रोफेसर के उनके स्नेह का पिघल गई. അതിൽ അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ദുനിയാ ഭർ में कौन सा कार्य मशहूर हो गई, ഹാച്ചിക്ക് ആവും അല്ലേ. ഹാച്ചിയുടെ കാര്യമാണ്, ലോകം മുഴുവൻ ഹാച്ചിയുടെ കാര്യമാണ്. സഹി വാക്യ കൊൻസ, ശരിയായിട്ടുള്ള കാര്യം എന്താണ്? പേടുക്കെ പാസ് കൈ ലോക ആനയിലേക്കെ, പേടുക്കെ പാസ് കൈ ലോക ആനാലക. അപ്പൊ ഇത് 2 പേടിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ ഇവിടേക്ക് വന്നത്, പക്ഷെ ഇവിടെ ഹാച്ചിന്റെ ആണ്. അപ്പൊ ഇത് നോക്കണ്ട കേട്ടോ, ഇതെന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്, ക്വസ്റ്റ്യൻ പേടാണ് അവിടെ വന്നിരിക്കുന്നത്. ജൂലിയ ലൂണ की रक्षा करना चाहती है, सेठ लूणा को कटवाना चाहता है, दोनों के बीच हुए संवाद कल्पना करके लिखी. ജൂലിയ ലൂണാക്ക് രക്ഷ കർണ, ഇത് നമ്മൾ നേരത്തെ നോക്കിയ അതേ സംവാദത്തിൻ്റെ തന്നെയാണ്, ആ ചോദ്യം തന്നെയാണ്. ഇനി ആ പോസ്റ്ററും ഉണ്ടോ, അവിടെ നേരത്തെ വന്ന അതേ ചോദ്യവും അതേ പോസ്റ്ററും തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വന്നതായിരിക്കും. ഇത് തന്നെയാണ് വന്നത് അവിടെ, 7ഉം 6ഉം അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്.
അപ്പോൾ ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പം അത്രയാണ് നമ്മൾ നോക്കിയത് ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. പേട് നാമക കവിത കാ അംശ പഠയം പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. പേട് എന്ന കവിതയുടെ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. आम में आम के स्वाद सिले है, जामुन में जामुन के, बाग के स्वाद सिले है, वन के पेड़ में वन के. पेड़ तुम पेड़ नहीं तुम दर्जी. पेड़ किसकी കവിത എന്നാണ് ചോദ്യം. പേട് ആരുടെ കവിതയാണ്? ഗുൽസാർ, ഗീത ചതുർവേദി, സുശീൽ ശുക്ർ, നേഹ സിംഗ്. ആരുടേതാണ് മക്കളെ പേട് കവിത? സുശീൽ ശുക്ൽ അല്ലേ? പേട് സുശീൽ ശുക്ലജിയുടെ കവിതയാണ് അല്ലേ പേട് കവിത. പേട് എന്ന കവിത എടുക്കുക. ആരാണ് എഴുതിയതെന്ന് നോക്കുക കേട്ടോ. പേട് കവിത संबंध पहचाने और जोड़े बनाए. धूप मिट्टी पानी फूल पश्मीने छाया रंग आकाश. धूप मिट्टी पानी फूल. फूल പശ്മീനയാണെന്ന് നമുക്കറിയാം. ഫൂൽ പശ്മീനെ. മിട്ടി രംഗാണ് അല്ലേ? മണ്ണ് നിറം, മണ്ണ് കൊണ്ട് നിറം. പാനി കൊണ്ട് എന്താണ്? ആകാശ്. ധൂപ് വെയിലും തണലും. കവിതാംശ से ये आशय वाली पंक्तियां चुनकर लिखिए എന്നാണ് പറഞ്ഞത്. പേടിനെ പ്രത്യേക ഫലം മേ അപ്പനാ സ്വാദ് വരാ ഹേ. അത് ആമുമേ ആമുക്ക പേടുതാ, ജാമുൻ മേ ജാമുനിക്ക. ഇതാണ് ഓരോ പഴങ്ങളിലും പ്രത്യേക സ്വാദ് നിറച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം വരുന്ന വരികൾ. पेड़ को दर्जी क्यों कहा गया है? पेड़ किन किन को सिलता है എന്നാണ് അടുത്ത ചോദ്യം. पेड़ को दर्जी क्यों कहा गया है? നമ്മൾ പഠിച്ചതാണിത് അല്ലേ? പേടിനെ എന്തുകൊണ്ടാണ് ദർജി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ദർജി പറയുന്നത്? പേട് पेड़ को दर्जी क्यों कहा गया है? पेड़ കിൻ കിൻകോ സിൽത്താ ഹെ. മരം എന്തിനൊക്കെയാണ് തുന്നി ചേർത്തിരിക്കുന്നത് നമ്മൾക്കറിയാം അല്ലേ? എന്തിനൊക്കെയാണ്? ധൂപ് മിട്ടി പാനി ഫൂല് അതൊക്കെ തന്നെയാണ് തുന്നി ചേർത്തിരിക്കുന്നത്. പിന്നെ പേടുക്കോ ദർജിക്കോ കഹാ ഗയാ ഹെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിച്ചതാണ്. അതൊന്നും കൂടെ നോക്കിയിട്ട് പഠിക്കുക. കവി ഓർ കവിതാക്ക പരിചയം. കവിതാംശക്ക് ആശയം വന്നിട്ടുണ്ട് കേട്ടോ. കവിതയുടെ ആശയം അതെന്തായാലും നമുക്ക് വരും. പേടെന്ന കവിതയുടെ ആശയം എന്തായാലും വരും കേട്ടോ. അത് പഠിക്കുക. ജൂലിയാർ ലൂണ കഹാനിക്ക് അംശപ്പെടെ ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഇനി അടുത്ത ജൂലിയാർ ലൂണ എന്നതാണ്. 738 ദിവസം വരെ. ഇത് നമ്മളിതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? 738 दिनों तक पेड़ काटने के बाद इंतजार करने के बाद एक दिन आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बच गए. कहानी के आधार पर साकी प्रस्ताव चुनकर लिखे എന്നാണ് ചോദ്യം. ലഡ്കിനെ ചുനൗത്തിയോ കാ സാമന കിയ. പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ടു. ശരിയല്ലേ? ലഡ്കിനെ ചുനൗത്തിയോ ലഡ്കിനെ വിപത്തി മേ പേട് കോ ചോട് ദിയ. തെറ്റാണ്. പെൺകുട്ടി ആപത്തിൽ മരത്തിനെ ഉപേക്ഷിച്ചോ? ഇല്ല. ലഡ്കിനെ പേട് പർ ഗോംസല ബനാ ദിയ. പെൺകുട്ടി മരത്തിൽ കൂടുണ്ടാക്കി. ശരിയാണ്. ലഡ്കി സേട്ട് കി ബാത്തോ സെ ഡർ ഗയി. തെറ്റാണ്. അവൾക്കൊരു ഭയവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? സേട്ടിന്റെ സംസാരത്തിൽ അവൾ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലഡ്കി അപ്പനെ ദോസ്തി പർ അടൽ രഹി. ശരിയാണ്. ലഡ്കി തന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഉറച്ചു നിന്നു. ലഡ്കി കിത്തനെ ദിൻ പേട് പർ രഹി. പെൺകുട്ടി എത്ര ദിവസമാണ് മരത്തിൽ നിന്നത്? ഇവിടെ ഉണ്ട് 736 ദിവസം ഒന്നല്ലേ? 5 जून पर्यावरण दिवस है. पेड़ लगाने का संदेश और पर्यावरण की रक्षा का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരെ. ഇതും നമ്മൾ പഠിച്ച പോസ്റ്ററാണ്. എപ്പോഴും നമ്മൾ 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇത് അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾ വരയ്ക്കേണ്ട ബോക്സ് കുറച്ച് വലുതായിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിൻ്റെ പകുതിയിലേറെ ഭാഗം എടുത്തോ. എന്നിട്ട് ബോക്സ് വരച്ചിട്ട് അതിൽ നന്നായിട്ടൊരു ചിത്രവും വരയ്ക്കുക. 2 സെൻറ്റൻസും എഴുതുക. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. इस संदर्भ में जूलिया और सेठ के बीच की बातचीत तैयार करी. ഇതും നമ്മൾ എഴുതി പഠിച്ച കാര്യമാണ്.
അടുത്ത ചോദ്യം നോക്കാം. इंतजार करने का मतलब है वजन करना, प्रसिद्ध करना, शोर करना, प्रतीक्षा करना. अല്ലേ? इंतजार करना, प्रतीक्षा करना. हाची की कहानी का अंश पढ़ें और प्रश्नों के उत्तर लिखें. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया, लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके नेह ने उनका दिल पिघल दिया. समय बीत गया, उन दोनों की दोस्ती गहरी होती गई. उनका शब्द अलग करके लिखने पर सही രൂപ. ഉനക്ക എന്ന ശബ്ദം വേർപ്പെടുത്തി എഴുതിയതാണിത്. അതായത് സർവനാമവും വിഭക്തി പ്രത്യയവും കൂടെ വേർപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട് ഉനുക്കാന്റെ. അതിലേതാണ് ശരി എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നേരത്തെ പറഞ്ഞു എ എന്ന് പറഞ്ഞാലാണ് ഇൻ, വേ പറഞ്ഞാലാണ് ഉൻ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ വേ പറഞ്ഞ ഉന്നാണ്, ഇവിടെ ഉന്നാണ് വന്നത് അല്ലേ? പിന്നെ കായുമാണ്, ഇവിടെ കാ ഉണ്ട്. അപ്പൊ വേ പ്ലസ് ക എന്താണ്? ഉനുക്ക. വേ പറഞ്ഞ ഉന്നാണ്, ഉൻ പ്ലസ് ക ഉനുക്ക. जापानी भाषा में हाची का अर्थ क्या होता है? जापानी भाषा हाचीന്റെ അർത്ഥം എന്താ? ആട്ട് അല്ലേ? പ്രൊഫസർ की पत्नी का दिल पिघल जाने का कारण क्या है? ഈ ക്വസ്റ്റ്യന്റെ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, അതിലുണ്ടത്. दिल पिघल जाने का कारण പ്രൊഫസറിനോടുള്ള സ്നേഹം കണ്ടപ്പോൾ. उसकी सुंदरता और प्रोफेसर के प्रति स्नेह उनका दिल पिघल गया. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഇനി जापानी भाषा में आज प्रोफेसर की पत्नी के पिघल जाने का कारण ലഡ്ക ദേഖ്നെ ലഗാ, ലഡ്കി ദേഖ്നെ ലഗി എന്നാണ് വരിക കേട്ടോ. ലഘ് ശബ്ദಕ್ಕೆ സഹി രൂപ വാക്യ പൂരാ കരെ. ലഘിന് ഇവിടെ ലഗ എന്നുള്ളതിന് ഇവിടെ ലഗി വരും. ലഡ്കിയല്ലേ വന്നത്, അപ്പോൾ ഇവിടെ ലഗി വരും. ലഡ്കി വന്നതുകൊണ്ട് ലഗി വരും. ലഡ്ക വന്നതുകൊണ്ടാണ് ലഗ വന്നത് കേട്ടോ. ലഘിന്റെ തൊട്ട് മുമ്പേ നെ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. കണ്ടോ? ദേഖ്നെ ദേഖ്നെ നെ ഉണ്ടായിരിക്കും. प्रोफेसर हाची के लेकर घर में आया. प्रोफेसर की पत्नी की हाची पसंद नहीं आया. इस प्रसंग में प्रोफेसर की डायरी तैयार करें. പ്രൊഫസറിന്റെ ഡയറി എഴുതാനാണ് പറഞ്ഞത്. ഡയറി എഴുതേണ്ട ഫോർമാറ്റ് പഠിക്കുക, എന്നിട്ട് ഡയറി എഴുതാം. 1935 1935 प्रोफेसर की प्रतीक्षा में बैठे बैठे हाची ने दम तोड़ दिया. 1935 പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരുന്നിരുന്ന് ഹാച്ചി മരിച്ചു. ഇസ് പർ സമാചാർ തയ്യാർ കരേം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിങ്ങൾ എഴുതിയതാണ്, അത് പഠിക്കാം. ബാബാർ ബാബ കിച്ചടി ഇത്തവണ ഉണ്ടായിരിക്കുന്നതല്ല. അത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ പരിചയപ്പെടാം. ജൂലിയാർ ലൂണ കഹാനിയുടെ ഭാഗം തന്നെയാണ് തന്നിരിക്കുന്നത്. കഹാനി പഠിക്കർ സുനാവും. कभी लड़की पेड़ को पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनता. हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबें लगाई. हट्टे कट्टे आदमी, यहाँ विशेषण शब्द क्या है? हट्टे कट्टे, ഹട്ടേ കട്ടെ എന്നാണ് വിശേഷണ ശബ്ദം കേട്ടോ. ഹട്ടേ കട്ടെ ആത്മീയിലെ വിശേഷണ ശബ്ദം ഏതാണ്? ഹട്ടേ കട്ടെ എന്നാണ് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. ഹട്ടേ കട്ടെ. ഉപായ് കാ സമാനാർത്ഥ ശബ്ദ അംശമേം ചുനെ. ഉപായം എന്നതിൻ്റെ തർക്കീബാണ് അല്ലേ? അജീബോ ഗരീബ് തർക്കീബേം, ഉപായങ്ങൾ. സേട്ടിനെ ക്യാക്ക അജീബോ ഗരീബ് തർക്കീബെ ലഗായി. സേട്ട് കണ്ടെത്തിയ ഉപായങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പറയണില്ല അല്ലേ? ഈ പാരഗ്രാഫ് തന്നിട്ടില്ല. അജീബോ ഗരീബ് സേട്ടിനെ ക്യാക്ക അജീബോ ഗരീബ് തർക്കീബെ ലഗായി. എന്തൊക്കെ ഉപായങ്ങളാണ്, എന്തൊക്കെയായിരുന്നു അവർ ചെയ്തത്? റോക്കറ്റ് മുകളിലൂടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പറത്തി, പിന്നെ അവളെ ഭയപ്പെടുത്തി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് നോക്കട്ടോ. പ്രസ്തുത പ്രസംഗം പർ പേട് ഓർ ലഡ്കിക്ക് ബീച്ചിക്ക് ബാച്ചിത് കൽപ്പന കർക്കെ ലിഖിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഭാഗത്തു നിന്നും പെൺകുട്ടിയും മരവും തമ്മിലുള്ള ബാച്ചിത്താണ് എഴുതാൻ പറഞ്ഞത്. പേട് ഓർ ലഡ്കി. പേടോം കാ സംരക്ഷണം അമാരാ ദായത്വ പോസ്റ്റർ തയ്യാറാക്കാരെ. അതല്ലെങ്കിൽ എന്താ ചെയ്യാൻ? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ തയ്യാറാക്കുന്നതാണ് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കേണ്ടത് എങ്ങനെ 2-3 ക്വസ്റ്റ്യനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെയ്യുക.
പേട് കവിതാംശം തന്നിരിക്കുന്നു. പേട് തും പേട് നെയ്യും തും ദർജി തുമ്നെ കിത്തനെ സിലെ ഗോൻസലെ കിത്തനി സിലി हवाएं धूब सिली तो बिगड़ गई कदरन कदरन चाया. समान आशय वाली पंक्तियां चुनकर लिखे. ധൂപ് കെ സിൽനെ സെ ഛായായേം ബിഗർ ഗയി ഹെ. സമാന ആശയമുള്ള വരികളാണ് കണ്ടെത്തി എഴുതേണ്ടത്. ഇത് സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ആശയം തന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വരി കണ്ടെത്തണം. ധൂപ് കെ സിൽനെ പർ ഛായായേം ബിഗർ ഗയി ധൂപ് സിലി തോ ബിഗർ ഗയി കദരൻ കദരൻ ഛായായം എന്നാണ് അല്ലേ. ഇതാണ് അതിൻ്റെ വരികൾ. ഗംബെ കാ സഹി മിലാൻ കരേം. പേടിനെ രംഗ് ഓർ സുഗന്ധ് की सिलाई എന്നല്ലേ. पेड़ ने अपने फल में वन के स्वाद वन के पेड़ में वन के स्वाद पेड़ ने अपने फल में अपना स्वाद നോക്കാം. പേടിനെ രംഗ് ഓർ സുഗന്ധിക്ക് സിലായി. അപ്പോൾ ആന്നും അതുപോലെ തന്നെ ഗായുമാണ് വന്നത്. പേടിനെ അപ്പനെ ഫലമേ അപ്പന സ്വാദ് വരാം. വനക്കെ പേടുമേ വനക്കെ സ്വാദസിലെ. നോക്കാം. ആ എന്നും ഗ എന്നും. ഇവിടെ ആ അതുപോലെ തന്നെ ഗ അതവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ആ ക വന്നിട്ടുണ്ട്. ഈ ഗ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഗംഭി അല്ലേ. ഗംഭ പർ സഖി മിലാൻ കരെ. ശരിയായിട്ടുള്ള ഏതാണ് വികല്പം ഇതാണെന്ന് എടുത്തെഴുതാം. കവിതാംശിക്ക ആശയിലികേം. കവിതയുടെ ആശയം എഴുതണം. പേട് കവിതയുടെ ആശയം എന്തായാലും പഠിച്ചു വെച്ചോട്ടോ. 4 മാർക്കാണ്. ഇനി ഹാച്ചിക്ക് കഹാനിയിൽ നിന്നാണ് വന്നത്. एक शाम हाची स्टेशन के बाहर बैठकर इंतजार कर रहा था. बहुत देर हो गई लेकिन प्रोफेसर लौट नहीं आए. रात हो गई, बर्फ गिरने लगी. ഹാച്ചി കിസ്കാ इंतजार कर रहा था. ആരെയാണ് ഹാച്ചി പ്രതീക്ഷിച്ചിരുന്നത്? പ്രൊഫസർ അല്ലേ. പ്രൊഫസർ ലൗഡ്കർ നെഹി ആയേ ക്യോ. പ്രൊഫസർ തിരിച്ചു വന്നില്ല. എന്തുകൊണ്ട്? പ്രൊഫസറിനെ മർ ഗയി തി. പ്രൊഫസർ മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഹാച്ചിനെ രാത് കോ ക്യാ കിയാതാ. ഹാച്ചി രാത്രി എന്താണ് ചെയ്തത്? രാത്രി बहुत देर हुई लेकिन प्रोफेसर लौट नहीं आए. रात हो गई, बर्फ गिरने लगी. ഹാച്ചി എന്താ ചെയ്തത്? സ്റ്റേഷൻ ബാഹർ बैठकर इंतजार कर रही അല്ലേ. രാത്രിയായിട്ടും ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ बैठकर इंतजार कर रही. അതന്നെ ചെയ്തത്. പ്രസ്തുത പ്രസംഗം पर സ്റ്റേഷൻ മാസ്റ്റർ की उस दिन की डायरी കൽപ്പന ആർക്കെ लिखी. ഇങ്ങനൊരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല അല്ലേ. സ്റ്റേഷൻ മാസ്റ്ററുടെ ഡയറിയാണ് എഴുതാൻ പറഞ്ഞത്. സ്റ്റേഷൻ മാസ്റ്ററുടെ ഡയറി. അപ്പോൾ ഇങ്ങനെ ഹാച്ചി പ്രതീക്ഷിച്ചിരുന്നു. ഹാച്ചി പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരുണ്ടാക്കിയ സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ഡയറി എഴുതിയതാണ് നമ്മൾ എഴുതേണ്ടത്. അതല്ലെങ്കിൽ 4 സഹി പ്രസ്താവനിക്ക് നിങ്ങളിത് എഴുതിക്കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ കേട്ടോ 4 ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാം. ഹാച്ചി റോസ് സ്റ്റേഷൻ കെ ബാഹർ 4 പ്രസ്താവന 6 തന്നിട്ടുണ്ട്. ഹാച്ചി റോസ് സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കാ ഇന്തസാർ കർത്താ ഹെ. ശരിയാണ്. ഹാച്ചി നിത്യവും സ്റ്റേഷന്റെ പുറത്ത് പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. രാത് കോ ദേർ ഹോത്തെ പർ പ്രൊഫസർ ലൗഡ്കർ ആയേ. രാത്രി കുറേ വൈകി പ്രൊഫസർ തിരിച്ചു വന്നോ? ഇല്ല. ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. ഓഫീസിൽ വെച്ച് പ്രൊഫസർ മരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലേ പ്രൊഫസർ ലൗഡ്കർ ക്യോം നഹീം ആയി എന്നൊരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ആൻസർ ഇങ്ങനെ നിങ്ങൾക്ക് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് വേറൊരു ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തെഴുതിയാൽ മതി. ഹാച്ചി രാत को प्रोफेसर साहब से घर चला गया. प्रोफेसർ സാഹബ് കെ ഘർ ചലാ ഗയാ. ഹാച്ചി രാत को प्रोफेसर साहब के घर चला गया. തെറ്റാണ്. പ്രൊഫസറിന്റെ വീട്ടിലേക്കൊന്നും ഹാച്ചി പോയിട്ടില്ല. പ്രൊഫസർ और ഹാച്ചി के बीच का रिश्ता लोग आश्चर्य से देखते रहे थे. ശരിയാണ്. പ്രൊഫസറും ഹാച്ചിയും തമ്മിലുള്ള ആ ബന്ധം ആളുകൾ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കി കണ്ടത് അല്ലേ. പ്രൊഫസർ കി മൃത്യു കി ഖബർ ഹാച്ചിക്കോ പതാ നഹീ താ. പ്രൊഫസർ മരിച്ച കാര്യം ഹാച്ചിക്ക് അറിയുമായിരുന്നില്ല. 2 ഇവിടെ ശരി കിട്ടി, 2 ഇവിടെയും ശരി കിട്ടി. 4 ശരിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞതിലെ 4 സഹിയ പറഞ്ഞത്. 4 ശരി കിട്ടി.
അടുത്ത ചോദ്യം നോക്കാം. ബാബാർ ബാബാക്കി ചെടി നമുക്കില്ല, അപ്പോൾ നമുക്കിപ്പോൾ അത് നോക്കണ്ട. യുവക്ക് സമാനാർത്ഥി സമാനാശി വലിഭക്തി ഇതൊക്കെ ബാബാർ ബാബാക്കി ചെടിയിലെ ചോദ്യങ്ങളാണ്. വാക്യവിസ്താർ ബാബാക്കി ചെടിയിലാണ്, അത്രയും ബാബാക്കി ചെടിയിലുള്ളതാണ്, അപ്പോൾ നമുക്ക് വേണ്ട. ഇനി അടുത്തത് ഏക് ദിൻ പിതാജി 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്. ഇത് പുറത്തുനിന്ന് വരുന്നൊരു ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. അങ്ങനെ ഒരു 5 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. एक दिन പിതാജി ആശ के लिए एक सोने की माला लाए. ഒരു ദിവസം പിതാജി ആശയ്ക്ക് വേണ്ടി ഒരു സ്വർണ്ണമാല കൊണ്ടുവന്നു. വഹ് ബഹുത്ത് ഖുശ് ഹുയി, അവൾ വളരെയധികം സന്തോഷിച്ചു. ഉസ്നെ അപ്പനി പുരാനി ചാന്ദനി കി മാല ചോട് ദി, അവൾ അവളുടെ പഴയ വെള്ളിമാല ഉപേക്ഷിച്ചു. ആർ സോനയ്ക്ക് മാല പഹലി, എന്നിട്ട് അവൾ സ്വർണ്ണമാല ധരിച്ചു. ഏക് ദിൻ ആശ ഘൂമനെ ഗയി, ഒരു ദിവസം ആശ നടക്കാനിറങ്ങി. ഘൂമന പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, അതായത് നടക്കാൻ, എന്താ പറയുക, ഉലാത്തുക. രാസ്തേ മേ ആയെ ചോറിനെ ചാക്കൂ ദിഖാക്കർ മാല മാങ്ങി. രാസ്തേ മേ, വഴിയിൽ വെച്ചിട്ട് ഒരു കള്ളൻ എന്ത് ചെയ്തു? ചാക്കൂ ദിഖാക്കർ, കത്തി കാണിച്ചിങ്ങാണ്ട് മാല വാങ്ങിച്ചു. മാല ആവശ്യപ്പെടുകയാണ് അവളോട്, കത്തി കാട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ട എൻ്റെ മാല പറഞ്ഞിട്ട്. ആശ ഡർ ഗയി, ആശ ഭയന്നു പോയി. വഹ് ഗർക്കി ആർ ഭാഗ് ഗയി, അവൾ വീട്ടിലേക്ക് ഓടി, വീടിന് നേരെ ഓടുകയാണ് അവള്. ഉസ്നെ സോനയ്ക്ക് മാല അലമാരി മെരഗതി, അവൾ സ്വർണ്ണമാല ഊരി എന്ത് ചെയ്തു? അലമാരിയിൽ വെച്ചു. ഫിർ ചാന്ദിക്ക് മാല പഹൻലി, പിന്നെ അവൾ ആ വെള്ളിമാലേൻ്റെ അടുത്ത് അങ്ങോട്ട് ധരിച്ചു. സ്വർണ്ണമാല ഇട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? കള്ളന്മാർ പിടിച്ചുണ്ടാവൂലേ? അപ്പം എന്ത് ചെയ്തു? അവള് സ്വർണ്ണമാല അങ്ങോട്ട് ഊരി വെച്ചിട്ട് വെള്ളിമാല തന്നെ ധരിച്ചു. ഗണ്ട് കേലിയെ ശീർഷകലികേം, ഇവിടെ തന്നിരിക്കുന്ന ഗണ്ട് ഉണ്ടല്ലോ, പാരഗ്രാഫ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശീർഷക കൊടുക്കണം. ശീർഷക പറഞ്ഞാൽ എന്താ? ആ ഹെഡിങ് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, അതാണ് ശീർഷക. അപ്പം ഇത് നമ്മൾ എന്താ ശീർഷക കൊടുക്കുക? ആ കുട്ടിയുടെ പേര് തന്നെ കൊടുത്താൽ മതി. ഏകദേശം ആശ അല്ലേ? ആശയാണ്. അപ്പം നമുക്കിതിന് എന്ത് പേര് കൊടുക്കുക? ആശ എന്ന് കൊടുക്കുക, സോനയ്ക്ക് മാല എന്ന് കൊടുക്കുക, ചാന്ദിക്ക് മാല എന്ന് കൊടുക്കുക, വെള്ളിമാല, സ്വർണ്ണമാല, ആശ, ആശാക്കി മാല, എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ച് ഇതിലടങ്ങുന്ന അർത്ഥവത്തായിട്ടുള്ള ഒരു പേര് അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പേര് കൊടുത്താൽ അതിനൊരു മാർക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം യോജിക്കുന്ന ഒരു പേര് നിങ്ങൾ കൊടുക്കണം. ഒരിക്കലും ഈ ഒരു ചോദ്യം ഒഴിവാക്കി വിടരുത്. ആശ ക്യോം ഖുശ് ഹുയി, ആശ എന്തുകൊണ്ടാണ് സന്തോഷവതിയായത്? അവൾക്ക് മാല കിട്ടിയത് കൊണ്ട് അല്ലേ? ഏക് ദിൻ പിതാജി ആശാ കെ ലിയെ ഏക് സോനെ കി മാല ലായേ ഇസ്ലിയേ വഹു ഖുശ് ഹുയി, അതുകൊണ്ടാണ് അവൾ സന്തോഷവതിയായത്. ഗണ്ട് കെ ആധാർ പർ ചാർ പ്രശ്ന ബനായേ, ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് 4 ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. 4 ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. ഏക് ദിൻ പിതാജി ആശാ കെ ലിയെ ക്യാ ലായി, ക്യാ ലായി, ഇവിടെ ക്യാന്ന് കൊടുക്കുക. ഒരു ദിവസം പിതാജി ആശയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ത്, അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവന്നത്? ക്യാന്ന് കൊടുത്തപ്പോൾ ഒരു ചോദ്യം കിട്ടിയില്ലേ? വഹ് ബഹുത്ത് ഖുശ് ഹുയി എന്നാണ് അടുത്തത്. കോൻ ബഹുത്ത് ഖുശ് ഹുയി, കോൻ എന്നാണ് ഇവിടെ കൊടുത്താൽ നമുക്കൊരു ചോദ്യം കൂടെ കിട്ടിയില്ലേ? ആരാണ് വളരെ സന്തോഷവതിയായത്? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി ക്വസ്റ്റ്യൻ കേട്ടോ. കോൻ ബഹുത്ത് ഖുശ് ഹുയി, ആരാണ് വളരെ സന്തോഷവതിയായത്? ആരാണ്? ആശ അല്ലേ? അവ 2 ചോദ്യം കിട്ടി. ഉസ്നെ അപ്പനി പുരാനി ചാന്ദിനി കി മാല ചോട് ദി ഓർ സോനെ കി മാല പഹൻ ലി. ഏക് ദിൻ ആശ ഘൂമനെ ഗയി. അപ്പം എന്താ ഇവിടെ? ഉസ്നെ അപ്പനി പുരാനി ചാന്ദിനി കി മാല ചോട് ദി ഓർ സോനെ കി മാല പഹൻ ലി. ഉസ്നെ ക്യാ കിയ, അവൾ എന്ത് ചെയ്തു? ഉസ്നെ ക്യാ കിയ, ക്യാ കിയ പറഞ്ഞാൽ എന്ത് ചെയ്തു? അവൾ എന്താണ് ചെയ്തത്? ഉസ്നെ ക്യാ കിയ, അവൾ എന്ത് ചെയ്തു? അവൾ എന്താ ചെയ്തത്? അപ്പനി പുരാനി ചാന്ദി കി മാല ചോട് ദി സോനെ കി മാല പഹൻ ലി, അത് തന്നെയാണ് അവൾ ചെയ്ത കാര്യം. ഏക് ദിൻ ആശ ഘൂമനെ ഗയി. ഏക് ദിൻ ആശ കിസ്കെ ഗയി, എന്തിനു വേണ്ടിയാണ് പോയത്? रास्ते में आए चोर ने चाकू दिखाकर माला मांगी. रास्ते में आए चोर ने क्या किया? വഴിയിൽ കണ്ട, വഴിയിലേക്ക് വന്ന ആ കള്ളൻ എന്താണ് ചെയ്തത്? ക്യാ കിയ, ക്യാ കിയ, എന്ത് ചെയ്തു? ആശ ഡർ ഗയി, വഹ് ആശ ഡർക്കർ ക്യാ ഗയി, ആശ ഭയന്നിട്ട് എന്താണ് ചെയ്തത്? ക്യാ ഗയി, ക്യാ കിയ, എന്ത് ചെയ്തു അല്ലേ? അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് അവൾ ഓടിപ്പോയത്? അന്തമേം ആശാനെ ക്യാ കിയ, അവസാനം ആശ എന്താണ് ചെയ്തത്?
നമുക്ക് 4 കൂടുതൽ ചോദ്യം കിട്ടിയില്ലേ. അവസാനം ആശ എന്താ ചെയ്തത്? അന്തമ്മ ആശാനെ ക്യാ കിയ. അവസാനം ആശ എന്ത് ചെയ്തു? സോനയ്ക്ക് മാല അലമാരിമേ രഖ് ഫിർ ചാന്ദിക്ക് മാല പഹൻലി. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കുക, സോനയ്ക്ക് മാല അലമാരിമേ രഖ് ഫിർ ചാന്ദിക്ക് മാല പഹൻലി കോൻ? ആര്? അങ്ങനെയും ചോദിക്കാം. സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. സോനയ്ക്ക് മാല അലമാരിമേ രഖ് ഫിർ ചാന്ദിക്ക് മാല പഹൻലി കോൻ? ആരാണ് അങ്ങനെ ചെയ്തത്? ആരാണ്? ആശ അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളിപ്പോൾ 4 സെറ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. ഏകദേശം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടോ? നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളെ ഈ ഹിന്ദി വിന്നറിലെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ.